വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചരികിൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിന്റെ കുറിവാക്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 16 വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഭാഗം, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ആ അവസാനത്തെ ഭാഗമാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒന്നാമത്, സുവിശേഷീകരണത്തിന്റെ പ്രാധാന്യം കാലങ്ങളായിട്ട് നമ്മുടെ സഭകളിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഒരു 10, 40, 20 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷീകരണത്തിനുണ്ടായിരുന്നത്ര തൃഷ്ണ, ആ ഒരു തീഷ്ണത ഇന്ന് നമ്മുടെ സഭയിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സുവിശേഷീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർപ്പിക്കുവാൻ ഈ കാലയളവിൽ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ദൈവാത്മാ പ്രേരണയിലാണ് ഈ ഒരു വിഷയം നമുക്ക് ഇപ്രാവശ്യം ഇവിടെ തിരഞ്ഞെടുക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചത്. സുവിശേഷീകരണം നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ എന്ത് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതല്ല ഇവിടെ പോൾ പറയുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? സുവിശേഷം അറിയിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഒരാളെങ്കിലും കർത്താവിനെ അറിയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമാണ്. പക്ഷേ ഞാൻ സുവിശേഷം അറിയിക്കാതിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നുണ്ടോ? യെശയ്യാവിന്റെ പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ വാക്കിന്റെ വോ ഓൺ ടു മീ, ഐ എം അൺഡൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ അർത്ഥം പ്രവാചകൻ തന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ ഉണ്ടോ എന്നുള്ള ഒരു സംശയം. അതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ഈ കരച്ചിലിന്റെ വോ ഓൺ ടു മീ എന്ന് പറയുന്ന ഈ വാക്കിന്റെ പ്രാധാന്യം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വോ ഓൺ ടു മീ when I do not preach gospel എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യം, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നതാണ്. അതായത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്റെ എക്സിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഞാൻ സുവിശേഷം അറിയിക്കുമ്പോഴാണ്. കാരണം കർത്താവ് എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തു തന്നെയാണ്? ഞാൻ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഉടക്കി വലിക്കുന്നതായ ഒരു വേദന. രാവിലെ ഞാൻ ഒരു കഥ പറഞ്ഞത് നിങ്ങൾ ഓർത്ത് കാണുമായിരിക്കും. തണുത്ത് വിറച്ചു പോകുന്നവനായ അല്ലെങ്കിൽ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾക്ക് ഒരു വസ്ത്രം അല്ലെങ്കിൽ അയാൾക്കൊരു പുതപ്പെടുത്ത് അയാളെ പുതപ്പിക്കുവാനോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു ചായ കൊടുത്ത് അയാളെ ഒന്ന് ജീവനിലേക്ക് മടക്കി വരുത്തുവാനോ നമുക്ക് മനസ്സില്ലെങ്കിൽ, ശരിക്കും അവിടെ നമ്മൾ കേട്ട കഥയുടെ പശ്ചാത്തലം അതാണ്. അതുകൊണ്ട് ഒരു യുവാവ് അതിന് മനസ്സില്ലാതെ പെട്ടെന്ന് അയാളെ ഓടിച്ചു വിടുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഞാൻ അയാൾക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ മരിച്ചു പോകും. അങ്ങനെ വന്നാൽ അയാളുടെ ജീവൻ എന്റെ പേരിലാണ് ഇരിക്കുന്നത്, അത് എനിക്ക് കുറ്റമായി തീരുമെന്നുള്ള ആ യുവാവിന്റെ ബോധ്യം. ഇതുപോലെ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി പുറം ലോകത്ത് ജീവിക്കുന്നതായ ഒരു വ്യക്തി, അയാള് നരകത്തിലേക്ക് വേച്ചു പോകുമ്പോൾ എന്റെ ഒരു സാക്ഷ്യത്തിന്റെ വാക്കാണ് അയാളെ ജീവനിലേക്ക് നടത്താൻ പര്യാപ്തമാകുന്നത്. ഞാൻ അയാളോട് സാക്ഷ്യം പ്രസ്താവിക്കുന്നില്ലെങ്കിൽ അയാളുടെ ജീവൻ ആത്യന്തികമായി എവിടെ ചെന്ന് അവസാനിക്കുന്നു? നരകത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ എന്റെ മനസ്സിലൊരു വേദന, ദൈവമേ, എന്റെ അനാസ്ഥ ഒരു മനുഷ്യന്റെ നിത്യതയെ നശിപ്പിച്ചു കളയുമോ? ഈ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നത്. നമുക്ക് ദൈവം സാക്ഷിപ്പാൻ നൽകിയ അവസരം നഷ്ടമാക്കുമ്പോഴൊക്കെ ഈ ഉടക്കി വലിക്കുന്നതായ ഒരു വേദന നമുക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും നമ്മളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശരിയായ നിലയിൽ നമ്മൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ, നാം ആ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ പോൾ പറയുന്ന വാക്ക് അവിടെ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാരണം അത് എന്റെ ഉത്തരവാദിത്തമാണ്. അല്ലേ, ഞാൻ എന്റെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി എനിക്ക് പ്രശംസയൊന്നും കിട്ടേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു അമ്മ കുഞ്ഞിനെ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു മകൻ അമ്മയെ നോക്കിയാൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്രശംസയുടെ കാര്യമൊന്നുമില്ല. കാരണം അത് സ്വാഭാവികമായി
നടക്കേണ്ട കാര്യമാണ്. ഞാൻ കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് പുകഴാനൊന്നുമില്ല. കാര്യം അതിനുവേണ്ടിയാണ് ദൈവം എന്നെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. എന്നാൽ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എന്താണ് ഈ നിർബന്ധം? അതാണ് നമ്മളിപ്പോ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. അതാണ് നിർബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? സുവിശേഷം അറിയിക്കണമെന്നുള്ള കൽപ്പന നമ്മുടെ മേലുണ്ടല്ലോ. അതുകൊണ്ട് സുവിശേഷം അറിയിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ നിന്നോട് സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് സുവിശേഷം അറിയിക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ വഴക്കുണ്ടാക്കും. അല്ലെങ്കിൽ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു കൽപ്പനയുടെ നിർബന്ധം കിടക്കുന്നു എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഓർത്തുകൊണ്ടൊന്നുമല്ല. ഒരുപക്ഷെ പോൾ ഇത് എഴുതുമ്പോൾ മത്തായിയുടെ സുവിശേഷം തന്നെ എഴുതപ്പെട്ടോ നമുക്ക് അറിയില്ല. പക്ഷെ അതല്ല മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെ മത്തായി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ പിന്നെ ഞാൻ സുവിശേഷം പറഞ്ഞേക്കാമെന്ന് വെച്ചൊന്നും അല്ല പോൾ സുവിശേഷം പറഞ്ഞത്. എന്താണ് ഉള്ളിൽ കിടക്കുന്നതായ നിർബന്ധം എന്നുള്ളതാണ്. ആ നിർബന്ധം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പോള് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് നമ്മൾ ഈ ഈവനിംഗ് സെഷനിൽ തുടക്കത്തിൽ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2 കൊരിന്ത്യർ ചാപ്റ്റർ 5 വേഴ്സ് 14 അവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് മീ. ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്റെ ജീവിതത്തിൽ സുവിശേഷം അറിയിക്കുവാനുള്ള എന്റെ മോട്ടിവേഷൻ. അല്ലാതെ സുവിശേഷം അറിയിക്കണം എന്നുള്ള ഒരു കൽപ്പന മാത്രമല്ല. കൽപ്പനയുണ്ട്, കൽപ്പനയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൽപ്പനയ്ക്കപ്പുറത്ത് എന്താണ്? ദ ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിനത്ത് മീ ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഐ പ്രീച്ച് ഗോസ്പൽ. ഞാൻ പറയട്ടെ, കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നത് തന്നെയല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സകല കാര്യങ്ങളിലെയും മോട്ടിവേഷൻ ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം. എല്ലാ കാര്യങ്ങളുടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തന്നെ മോട്ടിവേഷൻ. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്നെ ഇവിടെ ജീവിപ്പിക്കുന്നത്? യേശു കർത്താവിന്റെ ഒരു സാക്ഷിയായി അല്ലെങ്കിൽ യേശു കർത്താവിന്റെ പ്രതിനിധിയായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഏത് കാര്യത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഓഫ് കോഴ്സ് ഇതിന്റെ എല്ലാം പിന്നിൽ കൽപ്പനയുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൽപ്പനയ്ക്കും അപ്പുറത്ത് ഇതിൽ പ്രവർത്തിക്കുന്ന എന്താണെന്നറിയാമോ? ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്നേഹം. ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് അസ്. ഞാൻ എന്ത് ചെയ്യുന്നതും അതുകൊണ്ടാണ്. എന്റെ ജീവിതം തന്നെ അതാണ്. ഞാൻ എന്തുകൊണ്ടാണ് വിശുദ്ധ ജീവിതം ജീവിക്കുന്നത്? എന്തുകൊണ്ട് ഐ ലിവ് എ ഹോളി ലൈഫ്? വൈ? എന്തുകൊണ്ട് ഞാൻ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്നു? വിശുദ്ധ ജീവിതം ജീവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും, അയ്യോ ഇല്ലേ പിന്നെ നമ്മളങ്ങനെ സ്വർഗത്തിൽ പോകുന്നത് എന്നുള്ളതായിരിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ ദൈവ പൈതൽ അവൻ വിശുദ്ധ ജീവിതം ജീവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് ഹിം. യേശുക്രിസ്തുവിന്റെ സ്നേഹം അവനെ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ നിർബന്ധിക്കുന്നു. അവൻ അങ്ങനെ ജീവിക്കത്തുള്ളൂ. അവന്റെ സ്നേഹമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, മറ്റൊന്നുമല്ല. അതായത് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ അതിനെ നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ കൽപ്പനയെ പേടിച്ചല്ല ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിക്കുന്നത്. സ്നേഹം, ലവ്. എന്തുകൊണ്ടാണ് ഞാൻ എന്റെ കുടുംബജീവിതത്തിൽ ഫെയ്ത്ത്ഫുൾ ആകാൻ പരിശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ്? വൈ യു വോണ്ട് ടു ബി എ ഫെയ്ത്ത്ഫുൾ വൈഫ് ഓർ എ ഹസ്ബൻഡ്? ഇല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയാലോ എന്നുള്ള പേടി കൊണ്ടാണോ? അല്ല, ഇറ്റ് ഈസ് ദ ലവ്. ഇതേപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ. ഞാൻ എന്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുന്നു? എനിക്ക് എന്തുകൊണ്ട് യേശുവിനെ ഇത്രത്തോളം പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് ഒരു ലോകത്തെക്കുറിച്ച്, മറ്റൊരു ജീവിതത്തെക്കുറിച്ച്, അശുദ്ധമായ ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല? വൈ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് മീ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും നമ്മളെ ഭരിക്കുന്നത് എന്തായിരിക്കണം? ക്രിസ്തുവിന്റെ സ്നേഹം. ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു വാക്യം, ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും ഭിത്തിയിലും എഴുതി വെച്ചാൽ കുഴപ്പമില്ല. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിനത്ത് മീ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനും, ക്രിസ്തീയ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും അതിന്റെ പ്രേരണാഘടകം എന്ന് പറയുന്നത് എന്തു തന്നെയായിരിക്കണം? ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കും. അതൊരു വലിയൊരു ചെക്ക് പോയിന്റ് ആണ്. അപ്പോഴാണ് നമ്മൾ ജെനുവിൻ ക്രിസ്ത്യൻസ് ആകുന്നത്. അപ്പോഴാണ് നമ്മൾ ട്രൂ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീയത പിൻപറ്റുന്നത്. രാവിലെ ഞാൻ പറഞ്ഞു,
ഒരു 25 വർഷമായിട്ടെങ്കിലും എന്റെ മെസ്സേജസിൽ ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്തുകൊണ്ടിരുന്നത് യഥാർത്ഥ ആത്മീയത എന്നുള്ളതാണ്. എന്തുകൊണ്ട് എനിക്കൊരു യഥാർത്ഥ ആത്മീയത പിൻപറ്റണം? എന്തുകൊണ്ട് എനിക്ക് ഈ സഭയ്ക്കുള്ളിലെ മതത്തിന്റെ ഒരു അനുയായിയാകാൻ കഴിയുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് സഭയിലെ മതാത്മക അനുഭവങ്ങളെ അല്ലെങ്കിൽ മതത്തിന്റെ മറ്റുള്ള മതങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിന്റെ അല്ലെങ്കിൽ എന്റെ പൗരസ്ത്യ മതങ്ങളുടെയൊക്കെ ഒരു നിഴൽ പറ്റിക്കൊണ്ട് എനിക്ക് സഭയിൽ ജീവിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്നറിയാമോ? എനിക്ക് എന്തുകൊണ്ട് ഒരു സാധാരണ ഒരു മതാനുസാരിയെ പോലെ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയാത്തത്? ഇന്ന് നല്ലൊരു ശതമാനം വിശ്വാസികളും ജീവിക്കുന്നത് ഒരു ക്രിസ്തീയ മതാനുസാരി എന്ന നിലയിലാണ്. വിശ്വാസികളെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ്? അവരിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അവരിൽ ആ ഒരു ഫോഴ്സ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇറ്റ് ഇസ് ബിക്കോസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് us. നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹമാണ് രൂപാന്തരപ്പെടുത്തുന്നത്. ആ അതായിരിക്കണം, അല്ലെങ്കിൽ അതൊരു ജെനുവിൻ ക്രിസ്ത്യാനിറ്റി അല്ല. കാര്യം ഇതിന്റെ നമ്മെ നയിക്കുന്ന ഫോഴ്സ് അത് മാത്രമായിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എന്തുകൊണ്ടാണ് വൈ ഐ വർഷിപ്പ് ക്രൈസ്റ്റ്, വൈ ഐ വർഷിപ്പ് ഗാഡ്, ഞാൻ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്നത് പോലും സ്നേഹത്തിൽ നിന്നല്ല. സി, ഇറ്റ്സ് എ വെരി പത്തറ്റിക് സിറ്റുവേഷൻ. നമ്മുടെ ഒരു വലിയ ഒരു സങ്കടകരമായ കാര്യമാണ് നമ്മളുടെ ആരാധന പോലും ഇന്നിപ്പോ സ്നേഹത്തിൽ നിന്നല്ല, പേടിയിൽ നിന്നാണ്. നമ്മുടെ ആരാധന പോലും ഇന്നിപ്പോൾ സ്നേഹത്തിൽ നിന്നല്ല, പേടിയിൽ നിന്നാണ്. ഒരുപക്ഷെ ആളുകൾ വന്ന് പറയുമായിരിക്കും, ഇല്ലെങ്കിൽ ദൈവം നമ്മളെ തല്ലിക്കൊല്ലും, ആരാധിക്കടാ, ഇല്ലെങ്കിൽ ദൈവം തല്ലിക്കൊല്ലും എന്നുള്ള നിലയിലാണ് ആളുകളുടെ സംസാരമൊക്കെ. അതുകൊണ്ട് ആരാധിച്ച് ഒന്നുകിൽ പേടിയുണ്ട്, അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ വിടുതലുണ്ടാകും, ആരാധിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള കാര്യം കൊണ്ട്. ഇതിനകത്ത് എവിടെയാണ് സ്നേഹം? ഇഫ് ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ഇൻ ദിസ് വേൾഡ് വെൻ ഐ വർഷിപ്പ്, ആ വർഷിപ്പ് എന്നൊന്ന് വർഷിപ്പാണ്. അത് ആരാധനയാണോ? അവിടെയാണ് മതം ഉണ്ടാകുന്നത്. കാര്യം മറ്റെല്ലാ മതങ്ങളിലും ആരാധിക്കുന്നതിന് വേണ്ടിയാണെന്നറിയാമോ? കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് സഭയിലും മതമാണ് നടക്കുന്നത്. കാരണം പുറത്തുള്ള മതത്തിന്റെ ആളുകൾ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നുകിൽ പേടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കിട്ടാനുമാണ്. നമ്മളും സഭാ ഹാളിൽ വന്നിരുന്ന് ആരാധിക്കുന്ന അതിനു വേണ്ടിയാണെങ്കിൽ അത് മതമല്ലാതെ എന്താണ് പ്രിയമുള്ളവരെ? പള്ളിയിൽ പോകുന്നതിന് പകരം ഒരു ഹാളിലേക്ക് വന്നാലോ, അമ്പലത്തിൽ പോകുന്നതിന് പകരം ഒരു പള്ളിയിലോട്ട് വന്നാലോ ഒന്നും മാറുന്നതല്ല മതമെന്ന് പറയുന്നത്. നമ്മൾ ആ മതത്തെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടെന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ആകാത്തത് കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഈ മതം വിട്ടുകളയാത്ത ഒരു വ്യക്തിക്കും ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് മീ. നമ്മുടെ വേർഷിപ്പിന്റെ പിന്നിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് പിന്നിൽ, പറഞ്ഞു വന്നാൽ ഓരോരോ കാര്യങ്ങളുടെയും പിന്നിൽ നമ്മളെപ്പോഴും എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹം. ഞാൻ എന്റെ റിസോഴ്സസ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രകാഴ്ച ഇടുന്നത് എന്തുകൊണ്ടായിരിക്കണം? സ്തോത്രകാഴ്ച ഇടുന്നത് പറ്റുന്ന പ്രശ്നം റിലീജിയൻ വന്നപ്പോഴുണ്ടായ പ്രശ്നമുണ്ടല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് ഇതിനകത്തിട്ട് നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പിന്നിലെ പ്രേരണാ ഘടകം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അത് ബിസിനസ്സാണ്, അല്ലേ? ദാറ്റ് ഈസ് ബിസിനസ്. ഞാൻ കിട്ടാൻ വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ, ദൈവത്തിന് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ പുറത്തെ മതത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് വിശ്വാസികളുടെയിലും കൺവെൻഷനുകളിലും ക്രൂസൈഡുകളിലും സഭായോഗങ്ങളിലും നമ്മൾ മതത്തെയും കൊണ്ട് വന്നിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം എന്നാൽ എന്താണെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആകുന്നില്ല. ക്രിസ്തുവിന്റെ സ്നേഹം നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആകുമ്പോൾ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് നന്നാകും. പിന്നെ ഇതിനകത്ത് റിലീജിയന്റെ പ്രശ്നമേ ഉണ്ടാകുന്നില്ല. എനിക്ക് പ്രതിഫലം നോക്കിയല്ല, അത് മോഹിച്ചല്ല. ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് മീ. ഞാൻ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ഈ ഞാൻ പറയുന്നത്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കർത്താവിനെ കാത്തിരിക്കുന്ന 2 രീതിയിലുണ്ട്. ഒന്ന്, അക്ഷമയോടെ കർത്താവിനെ കാത്തിരിക്കുന്നവരുമുണ്ട്, പ്രത്യാശയോടെ കർത്താവിനെ കാത്തിരിക്കുന്നവരുമുണ്ട്. അക്ഷമയോടെ കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ പ്രത്യേകം എന്നറിയാമോ? എന്റെ ദൈവമേ, ഇവിടുന്ന് എങ്ങനെങ്കിലും ഈ ദുരിതം പിടിച്ച ലോകത്തിൽ നിന്ന് എങ്ങനെങ്കിലും അങ്ങ് പോയാൽ മതി. അവർക്ക് അവിടെ എന്തോ ഉണ്ടെന്നുള്ളതൊന്നുമല്ല വിഷയം, ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ടാൽ മതി എന്ന അക്ഷമയോടുകൂടെ കർത്താവിനെ കാത്തിരിക്കുന്ന ആളുകളുമുണ്ട്.
പ്രത്യാശയോടെ കർത്താവിനെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്റെ നാഥനെ ഞാൻ എന്നാ കാണുന്നത്, എന്റെ കർത്താവിനെ, എന്റെ ആത്മമണവാളനുമായിട്ട് എനിക്ക് എന്നാണ് ഒരു സഹവാസം സാധ്യമാകുന്നത്. പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ്, അക്ഷമയോടുള്ള കാത്തിരിപ്പല്ല കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. എന്താണ്? പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ്. ആ പ്രത്യാശയോടുള്ള കാത്തിരിപ്പ് നമുക്കുണ്ടാകണമെങ്കിൽ നാം കർത്താവിന്റെ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിതരായിരിക്കണം. നമ്മെ നയിക്കുന്ന ആ ഒരു കൺസ്ട്രെയിനിങ്, നമ്മളെ ആ ഫോഴ്സ് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. കൃപമേൽ കൃപയാർന്നിടുവാൻ, നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. ധരയിൽ നടന്ന തൻ ചരണം, നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. പരിശോധനകൾ വരികിൽ, മനം പതറാതാശ്രയിച്ചിടുകി. ബലഹീനതയിൽ കവിയും കൃപമതിയെന്നാശ്രയിച്ചിടുകി. വിരവിൽ വിനകൾ തീരും, സകലവും ശുഭമായി. വിരവിൽ വിനകൾ തീരും, സകലവും ശുഭമായി. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. സ്നേഹിതരേവരും വെടിഞ്ഞാൽ, അതു യേശുവിനോടു നീ പറഞ്ഞാൽ. സ്നേഹിതരില്ലാ കുരിശിൽ പെട്ട പാടുകളെഴും തൻ കരത്താൽ. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ച